ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് RRB JEE 2025-ൻ്റേത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, JEEയുടെ എക്സാം എന്ന് വരും, നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങിയാൽ മതിയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിലൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ 2025-ലെ RRBയുടെ കലണ്ടർ പ്രകാരം JEEയുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളായിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ALP നോട്ടിഫിക്കേഷൻ വന്നു 2025-ലെ ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ അതായിരുന്നു RRBയുടെ ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ അവർ ആ പറഞ്ഞ ഡേറ്റിൽ, പറഞ്ഞ മന്തിൽ തന്നെയാണ്, ആ ടൈം പീരീഡിൽ തന്നെയാണ് ALPയുടെ നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുന്നത്. മാർച്ചിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ നമുക്കറിയാം JEEയുടെ നോട്ടിഫിക്കേഷനും ആ കലണ്ടർ പ്രകാരം നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്ന ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് സിലബസ് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഡൗട്ടാണ്. കാരണം നമ്മൾക്ക് ലാസ്റ്റ് ഇയർ 2024-ലെ JEEയുടെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 30/7/2024 അതിൻ്റെ ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് 28/8/2024, അതായത് ഓഗസ്റ്റ് മാസം ലാസ്റ്റോടുകൂടി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു. പിന്നീട് CBT 1-ൻ്റെ എക്സാം വന്നത് ഡിസംബർ 16, 17, 18 തീയതികളിലായിരുന്നു. പിന്നീട് CBT 1-ൻ്റെ റിസൾട്ട് വന്നത് മാർച്ച് 5, 2025-ലാണ്. അപ്പോൾ CBT 2-ൻ്റെ എക്സാം ഡേറ്റ് ഉടൻ തന്നെ വരികയും ഏപ്രിൽ 22-ന്, അതായത് 2025 ഏപ്രിൽ 22-ന് CBT 2-ൻ്റെ എക്സാം നടക്കുകയും ചെയ്തു. അപ്പോൾ ആപ്ലിക്കേഷൻ എൻഡ് ഡേറ്റ് നമുക്കറിയാം ഓഗസ്റ്റ് 28 2024. അപ്പം എക്സാം ഡേറ്റ് വന്നത് ഡിസംബർ 16 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് കിട്ടിയത് വെറും 3.5 മാസമാണ്. അപ്പോൾ ആ 3.5 മാസത്തെ സമയം കൊണ്ട്, അല്ലെങ്കിൽ പുതിയതായിട്ട് പഠിച്ചു തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് പ്രോപ്പറായിട്ട് സിലബസ് ഫുൾ കവർ ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും. കാരണം നമുക്ക് അറിയാം CBT 1 ഫുൾ ജനറൽ ആണ്. CBT 2-ലേക്ക് വരുമ്പോൾ നമുക്ക് ട്രേഡും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് CBT 1-ൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞ് CBT 2 പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നം, നമുക്ക് അതിനുള്ളൊരു ടൈം പീരീഡ് കിട്ടില്ല. കാരണം റിസൾട്ട് വന്നത് മാർച്ച് 5-നായിരുന്നു. CBT 2-ൻ്റെ എക്സാം ഡേറ്റ് വന്നത് ഏപ്രിൽ 22-നാണ്. അപ്പോൾ ഇതിനിടയിൽ നമുക്കൊരു 45 ഡേയ്സ് ആണ് ആകെ CBT 2-ൻ്റെ എക്സാമിനായിട്ട് കിട്ടിയത്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു നോട്ടിഫിക്കേഷൻ വരുമെന്ന് നമുക്കൊരു സൂചന കിട്ടിയാൽ തന്നെ നമ്മൾ അതിനു വേണ്ടി പഠിച്ചു തുടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതമായ തീരുമാനം. കാരണം നമുക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ, നമ്മളിപ്പം ജൂൺ തൊട്ട് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുന്നിലേക്ക് ഒരു 6 മാസം 7 മാസത്തെ ഒരു ടൈം നമുക്ക് പ്രോപ്പർ ആയിട്ട് പഠിച്ച് നമുക്ക് ആ സിലബസ് കവർ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് നമ്മുടെ മുന്നിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് സിലബസ് ഫുൾ കവർ ചെയ്ത് എക്സാം നല്ല രീതിയിൽ കോൺഫിഡൻസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. നമ്മൾ വെറുതെ പോയി അവിടുന്നും ഇവിടുന്നും കുറച്ച് പോർഷൻസ് മാത്രം പഠിച്ച് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. കാരണം ഈ എക്സാമിനായിട്ട് നേരത്തെ മുതലേ ഇപ്പോൾ 2024 JEEയുടെ CBT 1 എഴുതിയിട്ട് കുറച്ച് മാർക്കിന് ഡിഫറൻസിൽ ലിസ്റ്റിൽ കയറാതെ പുറത്തായി നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ സംബന്ധിച്ച് നെക്സ്റ്റ് ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമായിരിക്കും. കാരണം അവർ ഓൾറെഡി സിലബസ് ഒക്കെ കവർ ചെയ്തിട്ട് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും. അപ്പം പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾക്കാരെ സംബന്ധിച്ച്, പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങേണ്ടത് വളരെ വലിയൊരു ആവശ്യകതയാണ്. കാരണം നമ്മുടെ മുന്നിലുള്ള കോമ്പറ്റീഷൻ അത്രയ്ക്ക് വലുതാണ്. അപ്പോൾ ഇതുപോലൊരു അവസരം നമുക്ക് ഇനി കിട്ടിയെന്ന് വരില്ല. അപ്പം നിങ്ങളൊരു തുടക്കക്കാരാണെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതായിരിക്കും നിങ്ങളുടെ റൈറ്റ് ചോയ്സ് എന്ന് പറയുന്നത്. കാരണം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിലബസ് അവിടുന്നും ഇവിടുന്നും ഒക്കെ പഠിച്ച് സിലബസ് കവർ ആവാതെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലാതെ എക്സാം ഹാളിൽ പോയിരിക്കേണ്ടി വരും. അതല്ല, നിങ്ങൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി പ്ലാനിലൂടെ കടന്നുപോയി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ സിലബസ് കവർ ചെയ്യാനും അതേപോലെ റിവിഷൻ ചെയ്യാനും മോക്ക് ടെസ്റ്റുകൾ എടുത്ത് നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാനും ഒക്കെ സമയം കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ നോട്ടിഫിക്കേഷൻ വരുമെന്ന് റെയിൽവേയുടെ ഭാഗത്തു നിന്ന് കലണ്ടറിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഉറപ്പായിട്ടും വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്നുള്ളതിനേക്കാൾ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, നമുക്ക് പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു തീരുമാനമായിരിക്കും ഏറ്റവും നല്ലത്. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ നിങ്ങൾക്കായിട്ട് RRB JEEയുടെ എല്ലാ ബ്രാഞ്ചുകളിലേക്കുമുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് സിവിൽ ആയാലും ഇലക്ട്രിക്കൽ ആയാലും ഇലക്ട്രോണിക്സ് ആയാലും കമ്പ്യൂട്ടർ സയൻസ്, മെക്കാനിക്കൽ, ഏത് ട്രേഡ് ആണെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ CBT 2 കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്തുകൊണ്ടുള്ള കോഴ്സായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ CBT 1-ഉം CBT 2-ഉം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അടുത്ത
RRB-JEE ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ക്ലാസ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സസ് ആണ്. ലൈവ് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് ഉണ്ട്, അതേപോലെ ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ട്, വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതേപോലെ മോക്ക് ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, എങ്ങനെ നിങ്ങൾക്ക് RRB-JEE ക്രാക്ക് ചെയ്യാനുള്ള എല്ലാവിധ കണ്ടന്റുകളും അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോഴ്സിനെ കുറിച്ച് അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ നമുക്ക് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.